ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഞങ്ങൾക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ളതുകൊണ്ട് നാട്ടിൽ പോകേണ്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ബുക്ക് ചെയ്ത് പോവുകയാണ്. നമ്മളപ്പോൾ LTT നിന്നാണ് ട്രെയിന് കയറാൻ വേണ്ടി ഹോട്ടലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊറളയിൽ നിന്ന് LTT പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, റിവേഴ്സ് എടുത്താൽ വരുന്നത്. ട്രെയിൻ എൻ്റെ വീക്ക്നെസ് ആണ്. ട്രെയിനിൽ കയറിയാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ ഒന്നും നോക്കിയില്ല, ട്രെയിനിലേക്ക് കയറ്റാം. നമ്മുടെ M1 ആണ് കേസ്. അപ്പോൾ M1 നമുക്കിനി പോവേണ്ട ആവശ്യമില്ലതേ, അവിടെ തന്നെ. ഓ, അത് ഭാഗ്യമേ കേട്ടോ, ഇവിടെ തന്നെ മതി. ഈ ലഗേജ് കൊണ്ട് അവിടെ നിന്ന് ഇതുവരെ എത്തിയത് തോള് വേദനിച്ചിട്ട് വയ്യ. ലഗേജോ ജോമോനാണെങ്കിൽ അതിനേക്കാൾ ലഗേജ് ഉണ്ട്. ഒരു കൈയും ഫ്രീ അല്ലായിരുന്നു. ഇത് ഇറക്കി കഴിഞ്ഞാൽ കയറ്റാൻ പാടാ, അതാ ഇങ്ങനെ നിൽക്കുന്നത്. നേത്രാവതി ആവുമ്പോൾ വലിപ്പമാണ്. ഒരു ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ, ഇത് പണക്കാരൻ്റെയാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ, 15 കുറച്ച് വരും. കൊള്ളാം, നമുക്ക് വിചാരിച്ചോളൂ ഇപ്പോഴും സൈഡ് തന്നെയാണ് കിട്ടിയത്, അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാതെ അങ്ങ് പോവാം. ട്രെയിനിൽ കയറാൻ എക്സൈറ്റഡ്. നമുക്ക് വല്ല കഴിച്ചിട്ട് വരാം. നാട്ടിലോട്ടെത്തി, ബസ് സ്റ്റാൻഡിലെത്തി. ചേട്ടൻ വരും, പാപ്പനും കൂടെ എൻ്റെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാ ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി. ഇനിയിപ്പോൾ പാപ്പനും കൂടെ എത്തി, അപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഭയങ്കര ടയർഡായിട്ടുണ്ട്. ചേട്ടൻ പ്രവീൺ, നമുക്കിനി വീട്ടിലോട്ട് പോവാം. അടുത്താണോ? ഞാൻ അവിടെ ഇറങ്ങായിരുന്നല്ലോ. അപ്പം ഞങ്ങളത് വീടെത്തിയിരിക്കുന്നു. ഫ്രഷായി, ഭയങ്കര ക്ഷീണമുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ലൈവ് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇപ്പം വരും കഴിക്കാനായിട്ട്. അതെ, നമ്മളതേ ഫുഡ് കഴിക്കുകയാണ്. ദോശയും പപ്പടം, കടലക്കറി, അമ്മേരെ മുട്ട, ഓംപ്ലേറ്റ് ഉണ്ട്. ഓ, ഇന്ന് ലാവിഷല്ലേ. 2 ദിവസം കൊണ്ട് നല്ല ലാവിഷായിട്ടുണ്ട്. ലാവിഷായിട്ട് കഴിച്ചു മുട്ട. അതിനകത്ത് നാളെ അട വയ്ക്കുന്നു. ആട് പ്രസവിച്ചോ? രജിസ്ട്രേഷന് വേണ്ടി 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ ആള് കാണിച്ചു തരാം. രജിസ്ട്രേഷന് പോകണ്ടയോ? പോണമാളു, കുറേ നാളായി ഇതൊക്കെ തൊട്ടിട്ട്, വർഷങ്ങൾ ചുമ്മാ തൊട്ട് നോക്കിയതായിരുന്നു. മറന്നുപോയി. നമുക്ക് പോവാല്ലേ? ഇത്രയും വായിച്ചല്ലോ. ഓക്കെ, നമുക്ക് പോകണ്ടേ? അപ്പം മേക്കപ്പ് ചെയ്യാല്ലേ? ഈ സോങ്സ് ഒക്കെ ഞാൻ വായിക്കുമായിരുന്നു പണ്ട്. ഇതായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്ന നോട്ടൊക്കെ. ഇതൊക്കെ വായിക്കുമായിരുന്നു. ഇതൊക്കെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സാണ്. ഇപ്പോൾ വർഷങ്ങളായി തൊട്ടിട്ട് എല്ലാം മറന്നുപോയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പോകണമല്ലോ, രജിസ്ട്രേഷൻ ഉണ്ട്, അതിന് പോകണം. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നേ. അപ്പോൾ ഞങ്ങളിതേ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നേരെ പോവാ അക്ഷയ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടച്ചിട്ട് നമുക്ക് പഞ്ചായത്താണോ വില്ലേജാണോ അതൊരു കൺഫ്യൂഷനുണ്ട്. അവിടെ പോയിട്ട് ഒന്നുകൂടെ സൈൻ ചെയ്ത് കൊടുക്കണം. പഞ്ചായത്താണെന്ന് തോന്നുന്നു. അപ്പം എന്തേ ഒരാളത് ഇവിടെ ഇങ്ങനെ ബൈ പറയാൻ നേരമായപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് കേട്ടോ, എങ്ങനെയാ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ. നമ്മൾ കുറേ പേർക്ക് ചോദിച്ചിട്ടുണ്ട്. ന്യൂലി വെബ്സൈറ്റുള്ള കുറേ പേർക്ക് കൺഫ്യൂഷൻ
ആയിരിക്കും. നമ്മളെന്തായാലും നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് കാണിക്കാം കേട്ടോ. കുറച്ച് നമുക്കും വലിയ പിടുത്തമില്ല, നമുക്ക് പോയിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഇനി അറിഞ്ഞൂടാത്തവർക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണല്ലോ. അപ്പം ബെല്ലേക്ക് ഒരു ചാറ്റ് കൊടുത്തു. ടാറ്റാ. അതിങ്ങനെ വിഷമിച്ചിരിക്കണം, ഇറങ്ങാൻ വരാകുമ്പോൾ അതിന് വിഷമമാണ് ഇങ്ങനെ. ടാറ്റാ പോവാണേ. അപ്പോൾ ഞങ്ങളിത് അക്ഷയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ആണ്, കുറച്ച് പോസ്റ്റാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ആയത് കാരണം ഇവിടെ കുറച്ച് തിരക്കുണ്ട്. ഇതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഞങ്ങളിവിടെ എത്തിയതൊരു 10:30 ആയപ്പോഴാണ്. ഇത് 12:30 കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. ഇതിൽ ആധാർ കാർഡ് വേണം, പിന്നെ 2 സാക്ഷികൾ വേണം, അവരുടെ ആധാർ കാർഡ് വേണം, അവരുടെ സൈൻ വേണം, പിന്നെ നിങ്ങൾ മാരേജ് ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലേ, അത് വേണം. ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡീറ്റെയിൽസ് വേണം, മാരേജ് നടന്ന സ്ഥലത്തിൻ്റെ വാർഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ വീടിൻ്റെ വാർഡിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യമൊക്കെ വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ടത്. ആധാർ, 10th സർട്ടിഫിക്കറ്റ്, മാരേജ് നടന്നപ്പോഴുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ 2 വിറ്റ്നസിൻ്റെ ആധാർ, പിന്നെ അവരുടെ സൈൻ വേണം, പിന്നെ 2 ഫോട്ടോ, നമ്മുടെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഫോട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ നേരമായി. ഒന്നും അല്ല, നമ്മൾ 10:30 വന്നതാണ്. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്രിൻ്റഡ്. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചിട്ട് ബാക്കിൽ വിറ്റ്നസ് സൈൻ ചെയ്യണം. അപ്പോൾ വിറ്റ്നസ് ഇപ്പോൾ വരും, നമ്മളത് സൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. സൈൻ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊന്നുകൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ട് നമുക്ക് അതുമായിട്ട് പഞ്ചായത്തിൽ പോയിട്ട് അവിടെ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു 7 ദിവസത്തിനകത്ത് എന്തോ ചെയ്യണം. അതിനി ഒരാഴ്ചക്കകത്തുള്ള സമയമുണ്ട്. ഇപ്പം നമ്മൾ ലീഗലി അല്ല, നമ്മളിപ്പോൾ റിലീജിയസ്ലി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടേ ഉള്ളൂ. ലീഗലി നമ്മൾ റിലീജിയസ്ലി ഉള്ളൂ. ലീഗലി ആണ്, അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ലോ ആണ്. പക്ഷേ ക്രിസ്ത്യൻ ലോയ്ക്കാണ് നമ്മളിവിടെ വേറെ ലോസ് ഉണ്ട്, അത് അപ്ലിക്കബിൾ ആകുമ്പോൾ ഇത് പ്രിവെയിൽ ചെയ്യത്തില്ല അല്ലേ? അതാണ് വക്കീൽ ഭാര്യ പറയുന്നത്. അപ്പോൾ ഇതിൽ വിറ്റ്നസിൻ്റെ ഒപ്പിട്ട് ഇനി നമ്മുടെ സൈനും കൂടെ വേണം ഇവിടെ. പാട്ടൊക്കെ ഇട്ടിട്ട് പോയി മതി. നമ്മളിത് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീസും അടയ്ക്കണം. അതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ഞങ്ങളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. കഴിഞ്ഞു അല്ലേ മാളു? ഇനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോംസ് കിട്ടി. അത് ഇനി പഞ്ചായത്തേക്ക് കൊണ്ട് കൊടുക്കണം. പഞ്ചായത്തേക്ക് കൊണ്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഒപ്പിടേണ്ടി വരും. അതാണ് ഞാൻ അടുത്ത നെക്സ്റ്റ് പ്രോസസ്സ്. മാരേജ് നടന്ന പഞ്ചായത്തിൽ, അതായത് ഞങ്ങളുടെ കാട്ടാക്കട വെച്ചാണ് നടന്നത്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഏതാണോ അവിടെ പോകണം. പൂച്ചനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകണം. അപ്പോൾ ഇനി അവിടെ പോയി ഒപ്പിടണം. അതാണ് അടുത്ത നെക്സ്റ്റ് പ്രോസസ്സ്. അവിടെ എത്ര ടൈം എടുക്കുമെന്ന് അറിയത്തില്ല. അതിന് ഇന്ന് നടക്കുമെന്ന് അറിയത്തില്ല. ഇന്നെന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നടക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. വെള്ളിക്കുട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇതിലെന്തൊക്കെ ചെയ്യണമെന്ന് അതിന് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ പൂച്ചൽ ഗ്രാമപഞ്ചായത്ത് എത്തി കേട്ടോ. ഇനി ഇവിടെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ സൈൻ ചെയ്തില്ലേ, ആ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇവിടെ പോയിട്ട് നമ്മൾ ഇവിടെയും കൂടി ഇനി ഒരു സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന്ന് ഉച്ചയ്ക്ക് ശേഷം പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് പൂച്ചൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അവിടെ ഓഫീസ് സ്റ്റാഫ് ഇല്ല, ഇത് ചെയ്യേണ്ട ആളുകൾ
അപ്പോൾ മൺഡേ വരാൻ പറഞ്ഞു ഞങ്ങളോട്. ഇനി മൺഡേ നോക്കാനേ പറ്റത്തുള്ളൂ. ഉണ്ടായിരുന്നെങ്കിൽ ആളുണ്ടായിരുന്നു ഇന്ന് തന്നെ ചെയ്യാമായിരുന്നു കേട്ടോ. സാരമില്ല, ഇനി മൺഡേ വരാം. Our hearts beat to the city streets. We began to feel the fire. We ride. നമ്മൾ ഒഫീഷ്യലി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ, സിമ്പിളാണ്. അച്ഛനിൽ നിന്ന് കിട്ടിയ കോപ്പീസൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കൊടുക്കുക, ഒപ്പിടുക. അപ്പോൾ ദേ നമ്മൾ ലീഗലി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുണ്ട്. മിസ്സിസ് വൈഫ്. അപ്പോൾ ദേ ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.